ഡൈൽ അലർജി പലപ്പോഴും ആളുകൾ സമ്മതിക്കാൻ വളരെ പ്രയാസമാണ്. അവർ പറയുന്നത് ഞങ്ങൾ നേരത്തെ മുതൽ ഈ ഡൈ ആണ് ഉപയോഗിക്കുന്നത്, ഇത്രയും നാളും കുഴപ്പമുണ്ടായിരുന്നില്ല. പലപ്പോഴും നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് ഈ സ്കിൻ വൈറ്റനിങ് ക്രീംസ് ഉപയോഗിച്ച് ആന്തരിക അവയവങ്ങളായ കിഡ്നിക്ക് പോലും തകരാറ് സംഭവിച്ച വാർത്തകൾ. ഈ കാലഘട്ടത്തിൽ ഈ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഇത്രയധികം കൂടാനായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്? നമ്മൾ മസാജ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അഭ്യംഗം ചെയ്യുമ്പോൾ ആ ഏരിയയിലെ രക്തോട്ടം വർദ്ധിക്കുകയും ത്വക്കിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളൊക്കെ കൃത്യമായി തന്നെ എത്തുകയും ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം, ഞാൻ ഡോക്ടർ ജോയ്സ് കെ ജോർജ്. ഈ കാലഘട്ടത്തിലെ ഒരു പ്രധാനപ്പെട്ട ഇഷ്യൂ ആണ് നമ്മുടെ മുഖത്തുണ്ടാകുന്ന കരിവാളിപ്പ്. നേരത്തെയൊക്കെ സൂര്യപ്രകാശം ഏറ്റിട്ടും അല്ലെങ്കിൽ പ്രായമാവുമ്പോൾ ഒക്കെ ഉണ്ടാകുന്ന ഒരു കോസ്മെറ്റിക് ഇഷ്യൂ മാത്രമായിട്ടാണ് നമ്മൾ ഇതിനെ കണക്കാക്കിയത്. പക്ഷെ ഇപ്പോൾ ഒരു കോസ്മെറ്റിക് ഇഷ്യൂവിലുപരി അതൊരു മെഡിക്കൽ ഇഷ്യൂ ആയിട്ട് തന്നെ മാറിയിട്ടുണ്ട്. ഈ കരിവാളിപ്പിനെ നമ്മൾ മെഡിക്കലി പറയുന്നത് ഹൈപ്പർ പിഗ്മെന്റേഷൻ എന്നാണ്. അപ്പൊ മുഖത്തുണ്ടാകുന്ന കരിവാളിപ്പിന് കാരണങ്ങളെ കുറിച്ച് നമുക്കൊന്ന് പരിശോധിക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൂര്യപ്രകാശം തന്നെയാണ്. നമ്മൾ സൺ ടാൻ എന്ന് പറയുന്നത്. അത് സൂര്യപ്രകാശം കൂടുതലായിട്ട് ഏൽക്കുമ്പോൾ ഈ ത്വക്കിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരം തന്നെ കൂടുതൽ മെലാനിൻ പിഗ്മെന്റ് ഉത്പാദിപ്പിക്കുന്നു. അത് വന്ന് ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് ആ കരിവാളിപ്പ് ഉണ്ടാകുന്നത്. അത് താൽക്കാലികമാണ്. അത് ആ കാലാവസ്ഥ മാറുമ്പോൾ സ്വാഭാവികമായിട്ടും അത് മാറും. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് മെലാസ്മയാണ്. നമ്മൾ കരിമംഗല്യം അല്ലെങ്കിൽ കരിമംഗലം എന്നൊക്കെ പറയുന്ന അവസ്ഥ. ഈ മെലാസ്മയെ കുറിച്ച് ഞാൻ വിശദമായിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിന്റെ കാരണങ്ങളെ കുറിച്ച്, ഹോർമോൺ വ്യതിയാനം അടക്കമുള്ള കാരണങ്ങൾ അതിന് കാരണമാകുന്നുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് വിശദമായിട്ട് അതിന്റെ ചികിത്സാ രീതികളെ കുറിച്ചൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർ ദയവേത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് ഇടാം, അത് കാണുക. അപ്പൊ അതിനെക്കുറിച്ച് ഞാൻ വിശദമായിട്ട് പറയുന്നില്ല. ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കോസാണ് അലർജി, പ്രത്യേകിച്ച് ഡൈ മൂലം ഉണ്ടാകുന്ന അലർജി. ഈ ഡൈൽ അലർജി പലപ്പോഴും ആളുകൾ സമ്മതിക്കാൻ വളരെ പ്രയാസമാണ്. അവർ പറയുന്നത് ഞങ്ങൾ നേരത്തെ മുതൽ ഈ ഡൈ ആണ് ഉപയോഗിക്കുന്നത്, ഇത്രയും നാളും കുഴപ്പമുണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് ഈ ഒരു ഇഷ്യൂ ഡെവലപ്പ് ചെയ്തത്, അതുകൊണ്ട് തന്നെ ഇത് ഡൈഡി ആവാൻ സാധ്യതയില്ല എന്നുള്ള രീതിയിലാണ് പൊതുവെ ആളുകൾ പറയുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, നേരത്തെ അലർജി ഉണ്ടായിരുന്നില്ല എന്ന് കരുതി കാലക്രമേണ ഇതിന്റെ ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അത് മാത്രമല്ല, ഈ ഡൈയിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിന്റെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും കുറവ് വന്നാൽ, ഉദാഹരണത്തിന് ഒരു കമ്പനി ഒരു ലാഭം കൂട്ടാൻ വേണ്ടി അതിലെ ക്വാളിറ്റിയിൽ എന്തെങ്കിലും കോംപ്രമൈസ് ചെയ്താലും ഈ അലർജി ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഡൈയുടെ അലർജി ഈ കാലഘട്ടത്തിൽ വളരെ കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഡൈയുടെ അലർജി വരുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് അതിന്റെ കാണുന്നത് ചെവിയിൽ ഒരു ചുമന്ന് തടിച്ചു വരുന്ന ഒരു അവസ്ഥ, അതുപോലെ തന്നെ മുഖത്ത്, കഴുത്തിന്റെ സൈഡിൽ, ഈ രീതിയിലൊക്കെ അതിന്റെ റിയാക്ഷൻസ് കാണാം. കാലക്രമേണ അല്ലെങ്കിൽ കുറച്ച് കാലം കഴിയുമ്പോൾ കറുത്ത് വരുന്ന ഒരു സ്ഥിതിയാണ് മിക്കവാറും ഡൈയുടെ അലർജിയിൽ കാണുന്നത്. അതുപോലെ തന്നെ മറ്റൊരു ഇഷ്യൂമാണ് ഈ ഫേസ് ക്രീമിന്റെ ഉപയോഗത്തിൽ ഉണ്ടാകുന്ന റിയാക്ഷൻസ്. ഫേസ് ക്രീം എന്ന് പറയുന്നത് ഈ സ്കിൻ ലൈറ്റനിങ് ക്രീംസ് അല്ലെങ്കിൽ വൈറ്റനിങ് ക്രീംസ്, ഇതിൻ്റെയൊക്കെ അമിതമായിട്ട് ഉപയോഗത്തിലും ഈ പ്രശ്നം ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഫിനോൾസ് അല്ലെങ്കിൽ ഹൈഡ്രോക്വിനോൺ, മെർക്കുറി തുടങ്ങിയ ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ഈ ക്രീമുകൾ. കുറച്ച് കാലം മുമ്പ് പലപ്പോഴും നമ്മൾ പത്രമാധ്യമങ്ങളിലൂടെ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് ഈ സ്കിൻ വൈറ്റനിങ് ക്രീംസ് ഉപയോഗിച്ച് ആന്തരിക അവയവങ്ങളായ കിഡ്നിക്ക് പോലും തകരാറ് സംഭവിച്ച വാർത്തകൾ. അപ്പൊ സ്കിൻ വൈറ്റനിങ് ക്രീംസിന്റെ അമിതമായിട്ട് ഉള്ള ഉപയോഗം കൊണ്ടും ഈ പ്രശ്നം ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇതിനെ നമ്മൾ പറയുന്നത് ഒക്രനോസിസ് എന്നാണ്. അത് രണ്ട് രീതിയിൽ വരാം. ഒരു എൻഡോജീനസ് ഒക്രനോസിസും ഉണ്ട്, എക്സോജീനസ് ഒക്രനോസിസും ഉണ്ട്. എൻഡോജീനസ് ഒക്രനോസിസ് എന്ന് പറഞ്ഞാൽ ഒരു ഇന്റേണൽ ഇഷ്യൂ ആണ്. അത് ഈ ജനറ്റിക് ഇഷ്യൂ ആയിട്ട് ആൽക്കപ്റ്റോറിയ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലും ഇതേപോലെ തന്നെ കരിവാളിപ്പ് വരാനായിട്ടുള്ള സാധ്യത. അത് വളരെ റയർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ഏറ്റവും കൂടുതൽ ഇത് വരുന്നത് എക്സോജീനസ് ഒക്രനോസിസ് എന്ന് പറയുന്ന ഈ ഒരു വിഭാഗത്തിൽ, പ്രത്യേകിച്ച് ഈ പറഞ്ഞ വൈറ്റനിങ് ക്രീംസിന്റെ അമിതമായിട്ടുള്ള ഉപയോഗം കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. ഇത് കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും, ഒരു ടാറ് പോലെ ഒരു കറുത്ത നിറത്തിൽ ഒരു ഓയിലി നേച്ചറോട് കൂടിയിട്ടുള്ള ഒരു ഡിസ്കളറേഷൻ ആണ് ഇതിൻ്റെ അകത്ത് കാണുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ മെലാനിന്റെ ഡെപ്പോസിറ്റ് കൊണ്ടല്ല ഉണ്ടാകുന്നത്, ഹോമോജനറ്റിക് ആസിഡ് എന്ന് പറയുന്ന ഒരു ആസിഡ് അല്ലെങ്കിൽ ഒരു ഘടകം വന്ന് സ്കിന്നിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടാണ് ഈ പ്രശ്നം ഉണ്ടാകുന്നത്. ഇനി ഈ കാലഘട്ടത്തിൽ ഈ ഹൈപ്പർ പിഗ്മെന്റേഷൻ ഇത്രയധികം കൂടാനായിട്ടുള്ള കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ത്വക്കിന്റെ ആരോഗ്യം കുറയുന്നു എന്നുള്ളതാണ്. അപ്പൊ ത്വക്കിന്റെ ആരോഗ്യം കുറയാനായിട്ടുള്ള കാരണങ്ങളെ കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്, ത്വക്കിന് ഏറ്റവും ആവശ്യമായിട്ടുള്ളത് നന്നായിട്ട് വെള്ളം കുടിക്കുക, നല്ലതായിട്ട് ഹൈഡ്രേറ്റഡ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് ത്വക്കിന്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത്. പലപ്പോഴും നമ്മൾ കുടിക്കുന്ന വെള്ളം വളരെ കുറവാണ്. പ്രത്യേകിച്ച് സ്ത്രീകൾ വെള്ളം കുടിക്കുന്നതിൽ വളരെയധികം പിശുക്ക് കാണിക്കുന്നുണ്ട്. അപ്പൊ നന്നായിട്ട് വെള്ളം കുടിക്കുക എന്നുള്ളത് ത്വക്കിന്റെ ആരോഗ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. രണ്ടാമത് ആഹാര രീതി തന്നെയാണ്. ത്വക്കിന്റെ ആരോഗ്യത്തെ സംബന്ധിച്ചിടത്തോളം നല്ല വൈറ്റമിൻസ്, മിനറൽസ്, ആന്റി ഓക്സിഡൻസ് അടങ്ങി, അതായത് പച്ചക്കറിയും ഫ്രൂട്ട്സും ധാരാളം കഴിക്കുക എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. പക്ഷെ ഇന്നത്തെ ഭക്ഷണ രീതി എടുത്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ഈ ഫാസ്റ്റ് ഫുഡ് സംസ്കാരമൊക്കെ ആ രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ മനസ്സിലാകുന്നത് ഏറ്റവും കൂടുതൽ കലോറീസ് ആണ് നമ്മൾ ചെയ്യുന്നത്, ഒപ്പം തന്നെ സോൾട്ട്. അപ്പൊ സോൾട്ടിന്റെയും കലോറീസിന്റെയും അമിതമായ ഇൻടേക്ക് ആണ്. സോൾട്ടും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്കിന്നിന്റെ ആരോഗ്യത്തിന് അത്ര നല്ലതുമല്ല. എന്നാൽ സ്കിന്നിന്റെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള വൈറ്റമിൻ, മിനറൽസ് നമ്മൾ കഴിക്കുന്നത് വളരെ കുറവാണ്. അപ്പൊ ഈ ഒരു സിനാരിയോയിലും ഈ ത്വക്കിന്റെ ആരോഗ്യം കുറയാനായിട്ട് കാരണമാകുന്നു.
മറ്റൊരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെയൊക്കെ നമ്മൾ എണ്ണ തേച്ച് കുളിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ആയുർവേദത്തിന്റെ ദിനചര്യയിൽ, അതായത് ദിവസവും അനുഷ്ഠിക്കാൻ പറയുന്ന കാര്യത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അഭ്യംഗം, അതായത് എണ്ണ തേക്കുക എന്നുള്ളത്. ആ എണ്ണ തേക്കുന്നതിന്റെ ഗുണം എന്ന് പറയുന്നത് ഈ എണ്ണയുടെ ഗുണമുണ്ട്, നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണയുടെ ഗുണമുണ്ട്. അത് കൂടാതെ തന്നെ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അഭ്യംഗം ചെയ്യുമ്പോൾ ആ ഏരിയയിലെ രക്തോട്ടം വർദ്ധിക്കുകയും ത്വക്കിന് ആവശ്യമായിട്ടുള്ള പോഷകങ്ങളൊക്കെ കൃത്യമായി തന്നെ എത്തുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ത്വക്കിന്റെ ആരോഗ്യത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമായിരുന്നു ഈ അഭ്യംഗം അല്ലെങ്കിൽ ഓയിൽ തേച്ച് മസാജ് ചെയ്യുക എന്നുള്ളത്. ഈ ഒരു കാലഘട്ടത്തിൽ അത് കുറഞ്ഞു വരുന്നു. അപ്പോൾ ത്വക്കിന്റെ ആരോഗ്യം കുറയാനായിട്ട് ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഇതിനെ പരിഹരിക്കാനായിട്ട് നമുക്ക് എന്താ ചെയ്യാവുന്നത്? നമുക്ക് എണ്ണ തേച്ച് കുളി നമുക്ക് ശീലമാക്കാം. അതുപോലെ തന്നെ വെള്ളം ധാരാളം കുടിക്കാം, 3 ലിറ്റർ വെള്ളം കുടിക്കാം. ആഹാര രീതിയിൽ ഈ പറഞ്ഞ വൈറ്റമിൻ മിനറൽസും പച്ചക്കറികളും ഫ്രൂട്ട്സും ധാരാളം ഉൾപ്പെടുത്തി ഭക്ഷണ രീതി ക്രമീകരിക്കാം. അപ്പൊ ഈ രീതിയിൽ അതിനെ പരിഹരിക്കാം. ഇനി രണ്ടാമത്തെ കാരണത്തെക്കുറിച്ച് നമുക്ക് പരിശോധിക്കാം. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് കെമിക്കൽസ് അടങ്ങിയിട്ടുള്ള കോസ്മെറ്റിക്സിന്റെ അമിതമായിട്ടുള്ള ഉപയോഗമാണ്. അതിപ്പോൾ സ്കിൻ വൈറ്റനിങ് ക്രീംസ് ആണെങ്കിലും ഡൈസ് ആണെങ്കിലും അതുപോലെ തന്നെ നമ്മൾ മറ്റ് പുട്ടി പോലുള്ള സൗന്ദര്യവർദ്ധക വസ്തുക്കളാണെങ്കിലും ഒക്കെ ഇത് ത്വക്കിന് പ്രശ്നം ഉണ്ടാക്കുന്ന, പ്രത്യേകിച്ച് ത്വക്കിന്റെ ആരോഗ്യത്തെ കുറയ്ക്കുന്നതാണ് ഇതിന്റെ റിപ്പീറ്റഡായിട്ട് ഉപയോഗം. അപ്പൊ ഇതിന് പരിഹരിക്കാനായിട്ട് നമുക്ക് ചെയ്യാവുന്ന പരമാവധി കെമിക്കൽ മേക്കപ്സ് ഒഴിവാക്കാനായിട്ട് ശ്രമിക്കാം. ഇനി അത് ഉപയോഗിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അതിന്റെ ആ അവസ്ഥ കഴിഞ്ഞു കഴിഞ്ഞാൽ, അതിന്റെ ഒരു സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ അത് കഴുകി വൃത്തിയാക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യമാണ് ടോക്സിൻസിന്റെ ഉപയോഗം. ടോക്സിൻസിന്റെ ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ പച്ചക്കറികളിലും ഫ്രൂട്ട്സിലും അടങ്ങിയിരിക്കുന്ന പെസ്റ്റിസൈഡ്സ്, അതുപോലെ തന്നെ അന്തരീക്ഷ മലിനീകരണം, ഞാൻ മുമ്പ് പറഞ്ഞ ഡൈയുടെയും സ്കിൻ വൈറ്റനിങ് ക്രീംസിന്റെ ഉപയോഗം എല്ലാം തന്നെ നമ്മൾ ഈ ഒരു ടോക്സിൻസിന്റെ വിഭാഗത്തിൽപ്പെടുത്തണം, അതായത് വിഷവസ്തുക്കളായിട്ട് കരുതണം. ആയുർവേദത്തിൽ കൃത്യമായി പറയുന്നത് ഇതിന്റെ ദൂഷ്യവിഷം എന്ന് പറയുന്ന ഒരു വിഭാഗമായിട്ടാണ് ഇതിനെ കാണുന്നത്. ദൂഷ്യവിഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒന്നോ രണ്ടോ ഉപയോഗത്തിൽ പ്രശ്നം ഉണ്ടാകില്ല, പക്ഷെ റിപ്പീറ്റഡ് ആയിട്ടുള്ള ഉപയോഗത്തിൽ ഹാനികരമായി തീരുന്ന വസ്തുക്കളെയാണ് ദൂഷ്യവിഷങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ വസ്തുക്കളെല്ലാം ദൂഷ്യവിഷത്തിന്റെ അണ്ടറിലാണ് വരുന്നത്. ഈ ദൂഷ്യവിഷം പൊതുവെ ത്വക്കിന്റെ ആരോഗ്യത്തെ കുറയ്ക്കും എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തെ അല്ലെങ്കിൽ നമ്മുടെ പ്രതിരോധ ശേഷിയെ തന്നെ, സന്തുലിതാവസ്ഥയെ നശിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ത്വക്കിന്റെ ആരോഗ്യത്തെ അഫക്ട് ചെയ്യുന്ന മറ്റൊരു കാര്യമാണ് സ്ട്രെസ്സും ടെൻഷനും എന്നുള്ളത്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് തന്നെയാണ്. ഈ സ്ട്രെസ്സും ടെൻഷനും അല്ലെങ്കിൽ മെന്റലി ഉള്ള ഒരു പ്രശ്നം എങ്ങനെയാണ് ത്വക്കിനെ ബാധിക്കുന്നത് എന്നുള്ളത് കൃത്യമായി തന്നെ സോറിയാസിന്റെ വീഡിയോയിൽ ഞാൻ വിശദമായി തന്നെ പറയുന്നുണ്ട്. സൈക്കോസൊമാറ്റിക് അവസ്ഥ എന്നുള്ളത് തന്നെയാണ്. അപ്പൊ നല്ലൊരു ത്വക്കിന്റെ ആരോഗ്യത്തിന് നല്ലൊരു മെന്റൽ ഹെൽത്തും വളരെ ആവശ്യമാണ്. അപ്പൊ അത്തരത്തില് ടെൻഷനും സ്ട്രെസ്സും ഉള്ള ആളുകൾക്ക് നമുക്ക് യോഗ, മെഡിറ്റേഷൻ മുതലായ കാര്യങ്ങൾ ശീലിച്ച് അതിനെ ഒരു പരിധി വരെ ഒഴിവാക്കാനായിട്ട് ശ്രമിക്കുക. ഇനി ഇതിന്റെ ചികിത്സാ രീതികളെ കുറിച്ച് നമുക്ക് പരിശോധിക്കാം. സ്കിൻ ടാൻ നമ്മൾ പ്രത്യേക ചികിത്സ ചെയ്യേണ്ട ആവശ്യമില്ല. അത് കുറച്ച് കഴിയുമ്പോൾ തന്നെ അത് ഓട്ടോമാറ്റിക്കലി ക്ലിയർ ആയിട്ട് വന്നോളാം. അപ്പൊ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു ടൊമാറ്റോ ഉപയോഗിച്ച് സ്ക്രബ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു കുക്കുംബർ ഉപയോഗിച്ച് സ്ക്രബ് ചെയ്യുക, അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതിയാവും. മെലാസ്മയിലേക്ക് വരുമ്പോൾ കൃത്യമായിട്ടുള്ള ചികിത്സ ആവശ്യമുണ്ട്. അത് കൃത്യമായിട്ട് തന്നെ ഞാൻ മെലാസ്മയുടെ വീഡിയോയിൽ വിശദമായി പറയുന്നുണ്ട്. ഞാൻ ഇതിവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. നമ്മുടെ പ്രധാനപ്പെട്ട വിഷയമായിട്ടുള്ള ഈ അലർജി മൂലം, പ്രത്യേകിച്ച് ഡൈയുടെ അലർജി മൂലം, അതുപോലെ തന്നെ ഫേസ് ക്രീമിന്റെ ഒക്കെ പ്രശ്നം മൂലം ഉണ്ടാകുന്ന ഈ കരുവാളിപ്പിന്റെ ചികിത്സ നോക്കുമ്പോൾ ആയുർവേദ രീതിയിൽ ഇത് നോക്കുമ്പോൾ ഒരു 3 ആംഗിളിൽ നമ്മൾ കാണേണ്ടതായിട്ട് ആവശ്യമുണ്ട്. ഒന്ന്, ഇതൊരു ഹൈപ്പർ പിഗ്മെന്റേഷൻ, അല്ലെങ്കിൽ ഒരു ത്വക്കിന് വരുന്ന വർണ്ണത്തിൽ വരുന്ന ഒരു വ്യതിയാനമാണ്. അപ്പൊ ആ രീതിയിൽ തന്നെ വർണ്ണമായിട്ടുള്ള ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ഫേസ് പാക്കും ആ രീതിയിലുള്ള ബാഹ്യ പ്രയോഗങ്ങളെല്ലാം ചെയ്യേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്, ഇതൊരു അലർജിയാണ്. അലർജി എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രതിരോധ ശേഷിയുടെ ഒരു അസന്തുലിതാവസ്ഥയാണ്. അപ്പൊ ആ രീതിയിലുള്ള ഇന്റേണൽ മെഡിക്കേഷൻസ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമുണ്ട്. മറ്റൊന്ന്, ഇതൊരു വിഷം മൂലം ഉണ്ടാകുന്നതാണ്, പ്രത്യേകിച്ച് ദൂഷ്യവിഷം. ദൂഷ്യവിഷം എന്നുള്ള ഒരു കൺസെപ്റ്റിലുള്ള ചികിത്സ കൂടി ഇതിലേക്ക് ഇൻകോർപ്പറേറ്റ് ചെയ്ത് ചെയ്യണം. അപ്പൊ ഈ രീതിയിലുള്ള ഒരു 3 രീതിയിലുള്ള ചികിത്സകൾ സംയോജിപ്പിച്ച് ചെയ്യുമ്പോൾ വളരെ നല്ലൊരു പ്രയോജനമാണ് നമുക്ക് ഇത്തരത്തിലുള്ള അസുഖങ്ങൾക്ക് കിട്ടുന്നത്. അപ്പൊ സ്കിന്നിന്റെ കരുവാളിപ്പുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഹൈപ്പർ പിഗ്മെന്റേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു.